CBI ഫോണിലൂടെ വന്ന് നിങ്ങളെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കില്ല എന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷേ നിങ്ങളുടെ ഫോണിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ യൂണിഫോം ഇട്ട് പ്രത്യക്ഷപ്പെടുകയും നിങ്ങളുടെ പേരിൽ മയക്കുമരുന്ന് കേസുണ്ടെന്ന് തെളിവുകൾ സഹിതം പറയുകയും ചെയ്താൽ ആ നിമിഷം നിങ്ങൾ എന്ത് ചെയ്യും? കേരളത്തിലെ ഒരു വലിയ വ്യവസായിക്ക് 5.5 കോടി രൂപ ഇത്തരത്തിൽ നഷ്ടപ്പെട്ടു. വിവരമുള്ളവർ പോലും ഈ സൈബർ കെണിയിൽ വീഴുന്നത് എന്തുകൊണ്ട്? കേരളത്തിൽ പ്രതിദിനം ശരാശരി 500 മുതൽ 700 വരെ സൈബർ തട്ടിപ്പ് പരാതികളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇതിൽ വലിയൊരു ഭാഗം ഡിജിറ്റൽ അറസ്റ്റ് വഴിയുള്ളതാണ്. നിയമപരമായി ഇങ്ങനെയൊരു അറസ്റ്റ് ഇല്ല എന്നതാണ് ഒന്നാമത്തെ കാര്യം. നിങ്ങളെ ഒരു വീഡിയോ കോളിലൂടെ മണിക്കൂറുകളോളം നിരീക്ഷണത്തിൽ വെച്ച് മാനസികമായി തളർത്തി പണം തട്ടുന്ന രീതിയാണിത്. കുറ്റവാളികൾ അയച്ചു തരുന്ന വാറന്റും ID കാർഡും ഒക്കെ കാണുമ്പോൾ ആരും വിശ്വസിച്ചു പോകും. അത്രയ്ക്കും ഒറിജിനലായിട്ടാണ് അവർ ഇത് പ്ലാൻ ചെയ്യുന്നത്. ഈ അടുത്താണ് കണ്ണൂരിലെ വൃദ്ധരായ ദമ്പതികൾക്ക് ഒരു ഫോൺ കോൾ വന്നത്. ഒരു തീവ്രവാദിയുടെ കയ്യിൽ നിങ്ങളുടെ ആധാർ കാർഡ് ഇരിക്കുന്നു എന്നതായിരുന്നു ഭീഷണി. ഭീകരാക്രമണ കേസിൽ പ്രതിയാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി അവരെ വീഡിയോ കോളിൽ വരാൻ നിർബന്ധിച്ചു. ദിവസങ്ങളോളം അവരെ സ്കൈപ്പ് വഴി നിരീക്ഷിച്ചു. ഇതിനെയാണ് ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്നത്. ഭയം കാരണം ദമ്പതികൾ തങ്ങളുടെ ജോയിന്റ് അക്കൗണ്ടിൽ നിന്നും ഏകദേശം 1.5 കോടി രൂപ അവർക്ക് അയച്ചു കൊടുത്തു. വീണ്ടും 50 ലക്ഷം കൂടി ചോദിച്ചപ്പോൾ പണമെടുക്കാൻ ബാങ്കിലെത്തിയ ദമ്പതികളുടെ പെരുമാറ്റത്തിൽ ബാങ്ക് മാനേജർക്ക് സംശയം തോന്നി. ഒടുവിൽ ബാങ്ക് മാനേജർ ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് അവർ ആ ചതി തിരിച്ചറിഞ്ഞത്. സാധാരണക്കാർക്ക് എങ്ങനെ ഇതിൽ നിന്ന് രക്ഷ നേടാം? ഇന്ത്യയിലെ ഒരു അന്വേഷണ ഏജൻസിയും ഒരിക്കലും വീഡിയോ കോളിലൂടെ ഒരാളെ ചോദ്യം ചെയ്യുകയോ ഡിജിറ്റൽ അറസ്റ്റ് ചെയ്യുകയോ ഇല്ല. അവർക്ക് നിങ്ങളുടെ പക്കൽ നിന്ന് വിവരം വേണമെങ്കിൽ നേരിട്ട് ഹാജരാകാൻ നോട്ടീസ് അയക്കുക മാത്രമേ ചെയ്യൂ. ഒരു സർക്കാർ ഏജൻസിയും നിങ്ങളോട് പണം സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റാൻ ആവശ്യപ്പെടില്ല. പണം ചോദിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം അത് തട്ടിപ്പാണ്. ഇത്തരത്തിൽ ഒരു കോൾ വന്നാൽ ഉടൻ ഫോൺ കട്ട് ചെയ്ത് നമ്മുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് വിളിക്കുകയോ അറിയിക്കുകയോ ചെയ്യുക. പണം നഷ്ടപ്പെട്ടാൽ ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിൽ തന്നെ 1930 എന്ന നമ്പറിൽ വിളിച്ച് പരാതിപ്പെടുക. എങ്കിൽ മാത്രമേ ആ പണം തട്ടിപ്പുകാരുടെ അക്കൗണ്ടിൽ ബ്ലോക്ക് ചെയ്യാൻ സാധിക്കൂ. തട്ടിപ്പുകാർ ഉപയോഗിക്കുന്നത് അർജൻസി എന്ന തന്ത്രമാണ്. ഇപ്പോൾ ചെയ്തില്ലെങ്കിൽ അക്കൗണ്ട് ബ്ലോക്കാകും, ഇപ്പോൾ അയച്ചില്ലെങ്കിൽ മകൻ ജയിലിലാകും എന്നിങ്ങനെ നമ്മളെ ചിന്തിക്കാൻ അനുവദിക്കാതെ പേടിപ്പിക്കുക എന്നതാണ് അവരുടെ രീതി. ഓർക്കുക, ഒരു ഗവൺമെന്റ് ഏജൻസിയും നിങ്ങളെ വാട്സാപ്പിൽ വിളിച്ച് പണം ചോദിക്കില്ല, ഭീഷണിപ്പെടുത്തില്ല.